അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. നെയ്യ് കുറച്ചെങ്കിലും വേണം, എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യൊന്ന് ചൂടാവണം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബണ്ണാണ്. സാധാരണ ബണ്ണാണ്, ബട്ടർ ബണ്ണൊന്നുമല്ല. അപ്പോൾ ബണ്ണൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ മൊരിച്ചെടുക്കുക. എല്ലാ വശവും ഒന്ന് മൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ പന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലിട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം. പക്ഷേ എണ്ണ നല്ലോണം കുടിക്കും. ഇങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കുകയില്ല, നല്ലോണം മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ചെറിയ ബണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബണ്ണാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സൈഡൊക്കെ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്ന് ബണ്ണങ്ങ് എടുത്ത് മാറ്റാം. ഈ നെയ്യ് ഇവിടെ ഇരിക്കട്ടെ. ചൂട് നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ബണ്ണിന്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഈ ബണ്ണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മുറിച്ച ബണ്ണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ ബണ്ണ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ട് എടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബണ്ണൊന്ന് മൊരിച്ചെടുത്തിട്ട് ബാക്കി വന്ന നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നെയ്യ് ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. കടലമാവ് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവ് അരിക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് കടലമാവ് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ കടലമാവ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. കടലമാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവും, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കടലമാവിൻ്റെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറം ആവാൻ നിൽക്കണ്ട. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണോ നിർബന്ധമൊന്നുമില്ല. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് ചെറുകിയ തേങ്ങ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. സാധാരണ ചിരകിയെടുത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതൊരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ 1 കപ്പ് പാലാണ്. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി റെഡിയായി കിട്ടും. എല്ലാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, പാലെല്ലാം വറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബണ്ണ് പൊടിച്ച് വെച്ചില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ബണ്ണിനൊന്നും അധികം വിലയൊന്നുമില്ലല്ലോ. ബാക്കി വന്ന ബണ്ണൊക്കെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വളരെയധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോ വെറൈറ്റി പലഹാരമല്ല ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും. അധികം കുട്ടികളൊന്നും ബണ്ണൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഇനി ബണ്ണിട്ടിട്ട് കുറേ സമയം നമുക്ക് ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബണ്ണ് നെയ്യിലിട്ടിട്ട് ഒന്ന് പിച്ചിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചെടുത്തതാണ്. ഓർഗാനിക് ശർക്കര പൊടി ആയതുകൊണ്ട് കല്ലും മണ്ണും അഴുക്കുന്നുണ്ടാവില്ല. അഥവാ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ.
ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. ഏലക്കയുടെ ആ തൊണ്ടൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ സീഡ് മാത്രം എടുത്ത് ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ചതച്ചെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി ചേർത്ത് ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. അത് വേണം നിർബന്ധമൊന്നുമില്ല, ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഏലക്കപ്പൊടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് കുത്തി പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് പൊടിയണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ചേർക്കാം, പിസ്ത ചേർക്കാം, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം, നിലക്കടല ചേർക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ വണ്ണൊക്കെ മൊരിച്ചെടുത്തിട്ട് ബാക്കി നെയ്യിൽ നമ്മൾ കടലമാവ് ഇടുന്നതിന് മുമ്പായിട്ട് കശുവണ്ടി പരിപ്പും മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മൂപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റിൽ അത് ഉണക്കമുന്തിരി മൂപ്പിച്ചതും കശുവണ്ടി മൂപ്പിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോരി കഴിക്കാൻ പാകത്തിനാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഡ്രൈ ആക്കി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് കോരി നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാകത്തിനാണ് എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് മുറിച്ചെടുക്കാൻ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നവരെ ഒന്ന് ഡ്രൈ ആക്കി ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ വീട്ടിലെ ബണ്ണൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. ഇത് ഇങ്ങനെയും കഴിക്കാം, സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തും കഴിക്കാം, ലഡു ആയിട്ട് ഉരുട്ടിയും കഴിക്കാവുന്നതാണ്. ഇത് ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. കുറച്ച് മിക്സ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബന്നി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്